So, welcome to new video. Okay, basically നിങ്ങൾക്ക് ട്രെൻഡ് എന്ന് പഠിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, വാട്ട് ആർ ട്രെൻഡ്സ്? ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ടും പോകും, താഴത്തോട്ടും പോകും. ഇത് കണ്ടില്ലേ? മൊത്തത്തിൽ മുകളിലോട്ട് പോകും, ചിലപ്പോൾ താഴത്തോട്ട് പോകും. ഇപ്പോൾ അതെന്താ, എങ്ങനെയാ പോകുന്നത്, അതായിരിക്കും പഠിക്കുന്നത് ഇതിനകത്തോട്ട്. ഓക്കെ, ഇതിനകത്ത് ഈ വീഡിയോനകത്ത്. സോ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെയും പോകാം. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെയും പോകാം. മാർക്കറ്റ് ഇങ്ങനെ എനിക്ക് പോകണം. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഈ രണ്ട് കാറ്റഗറി ഉണ്ട്, മനസ്സിലായല്ലേ? മൂന്നാമത്തെ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, അതായത് നമുക്ക് ഇത് കൺസോൾട്ടേഷൻ എന്ന് പറയും. അത് അവസാനം പഠിപ്പിച്ചു തരാം. ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, ഇത് കൺസോൾട്ടേഷൻ. ദിസ് ഇസ് സോ ഇതെന്ന് പറയണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ഈസ് പുളിഷ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് മാർക്കറ്റ് മേളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ മനസ്സിലായി? മേളിൽ പൊയ്ക്കൊണ്ടിരിക്കണല്ലേ? ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പോയി, പിന്നെ അടുത്ത് വരുമ്പോൾ തന്നെ ഉം, ഇങ്ങനെ പോകും, ഇങ്ങനെ ഒന്നും കണ്ടിന്യൂ ചെയ്യും. അതായിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് ഹൗ ഡു വി ക്ലാസിഫൈ? മനസ്സിലായത് ഒരു രീതിയുണ്ട്. ഓക്കെ, ആൻഡ് ഫോർ ബിഗിനേഴ്സ് വാട്ട് യു ടു ഡു ഇസ്, ഇപ്പൊ ഒരു മാർക്കറ്റ് ഇപ്പൊ മേളോട്ട് പോയെന്ന് വെച്ചോ. ഉം, ഇതെന്ത് മാർക്കറ്റാന്ന് പറയാൻ പറ്റുമോ? ഇസ് ദിസ് എ ബുള്ളിഷ്, ബെയറിഷ്? പറയാൻ പറ്റില്ല. ദാറ്റ്സ് എ റീസൺ. ഓക്കെ, നമുക്ക് ഇങ്ങനെ രണ്ട് മാർക്കറ്റ് പോകുമ്പോൾ തന്നെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടെന്ന് വെച്ചോ. നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് അല്ലേ, ഈ റീട്രേസ്മെന്റ്, ദിസ് ഇസ് കോൾഡ് റീട്രേസ്മെന്റ്. റീട്രേസ്മെന്റ് വെച്ചാൽ മാർക്കറ്റ് ഇങ്ങനെ വേവ് പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മേളിൽ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബുള്ളിഷ് ട്രെൻഡിന്റെ കേസിൽ പറഞ്ഞാണ്. ഓക്കെ, ഇപ്പൊ എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ചെറുതായിട്ട് റീട്രേസ് ചെയ്യും. ഫോർ വാട്ട്? ഫോർ ഹെൽപ്പിംഗ് ഇറ്റ് മൂവിങ് ഫോർവേഡ് അപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനു വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഓക്കെ, നമുക്ക് അതിന് നമ്മൾ രണ്ട് പേര് കൊടുക്കും കണ്ടുപിടിക്കാനായിട്ട്. Okay, if market is going up or down. So one is like um higher high and higher low. Okay, ഇത് higher high. Higher high എന്ന് വെച്ചാൽ നമ്മള് ഈ ഒരു പോയിന്റിന്റെ പ്രീവിയസ് രണ്ട് പോയിന്റ് എടുക്കണം. മനസ്സിലായില്ലേ? അത് വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് ഈ പോയിന്റിന്റെ മുകളിൽ പോകുമ്പോൾ മാത്രം നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇതിന്റെ മുകളിൽ ബോഡി കാൻഡിൽ സ്റ്റിക് ക്ലോസ് എന്തായാലും പഠിപ്പിച്ചതായിരിക്കും. ഓക്കെ, ക്ലോസ് ചെയ്താൽ മാത്രമേ വി കൺസിഡർ ദ ന്യൂ ട്രെൻഡ് ആസ് ബുള്ളിഷ്. ഓക്കെ, ഇത് ആയല്ലോ. ഓക്കെ, മാർക്കറ്റ് ഇപ്പോ ഇങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ക്ലാസിഫൈ ആണെന്ന് വെച്ചാൽ, ബുള്ളിഷ് എങ്ങനെ ക്ലാസിഫൈ ആണ്? ഈ മാർക്കറ്റ് ഇങ്ങനെ റീട്രേസ് ചെയ്ത് താഴത്തോട്ട് വന്നു, ഇതേപോലെ തന്നെ ഇങ്ങനെ മേളിൽ പോയിട്ട് ഇതിന്റെ ബോഡി ക്യാൻഡിൽസ്റ്റിക് ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിനെ ബുള്ളിഷ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ബുള്ളിഷ് ട്രെൻഡ്. ഓക്കെ, എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്, ബെയറിഷ് എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നു. സിമ്പിൾ വേർഡ്സ്. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇതിങ്ങനെ വന്നു, ഇങ്ങനെ പോയി. ഓക്കെ, ഇതിനകത്ത് എന്താ, ഇതേപോലെ തന്നെ ഈ ഒരു പിവോട്ടിംഗ് പോയിന്റ് ഉണ്ട് കണ്ടോ, ഈ ഒരു പോയിന്റ് കണ്ടോ, റീട്രേസ്മെന്റ് എന്ന് പറയും. ആ ഒരു പോയിന്റ് ഇവിടെ നിന്ന് പ്രീവിയസ് 2 പോയിന്റ്സ് എടുക്കുക. അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യണത്. മനസ്സിലായി? നമ്മൾ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബുള്ളിഷ് ഓർ ബെയറിഷ്. അപ്പൊ നമ്മൾ എന്താ കൺസിഡർ ചെയ്യണേ, ഈ ഒരു ഭാഗം എന്ന് വെച്ചാല് ലോവർ ഹൈ, ലോവർ ഹൈ ആൻഡ് ലോവർ ലോ. ഇതിങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ. രണ്ട് പോയിന്റ് ഉണ്ട്. ഓക്കെ, രണ്ട് ലൈൻ ഉണ്ട്. ഈ ലൈൻ ക്രോസ് ചെയ്യണം. മനസ്സിലായില്ലേ? ടു ബി കൺസിഡർ ആസ് എ ബെയറിഷ് ട്രെൻഡ്. ഓക്കെ, ഇപ്പോ കണ്ടിന്യൂവേഷൻ ആണ് ഇതിപ്പോ കാണുന്നത്. ഇപ്പോ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോ ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ
ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക്. ഫുൾ ട്രെൻഡ് ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ബേസിക് കോൺസ്. ഇതെന്ത് ട്രേഡ് എന്ന് പറയാൻ പറ്റുമോ? ഐ ഗിവ് 1 minute. ഓക്കെ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ പോസ് ദ വീഡിയോ. ഇതെന്ത് ട്രെൻഡാന്ന് പറയാൻ പറ്റുമോ? ഇസ് ഇറ്റ് ബുള്ളിഷ് ഓർ ബെയറിഷ്? ഓക്കെ, സോ ഇത് രണ്ടും അല്ല, ബുള്ളിഷും അല്ല ബെയറിഷും അല്ല. ബിക്കോസ് നമുക്കെന്താ, ഈ പോയിന്റ് കണ്ടോ, ദ വെരി ലോ ആൻഡ് ദ വെരി ഹൈ, ഇതിനെ ബ്രേക്ക് ചെയ്യണം. മനസ്സിലായി? നമ്മൾ എപ്പോഴും മാർക്കറ്റിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ട് ബുള്ളിഷ് ഉണ്ടായിരിക്കാം. ബട്ട് വെൻ ഇറ്റ് കൺസ് ദിസ് ഇസ് ആക്ച്വലി ഇതെന്ന് പറയണമെന്ന് വെച്ചാൽ കൺസോൾട്ടേഷൻ എന്ന് പറയും. മാർക്കറ്റ് ഈസ് ഗോയിങ് സൈഡ് വേസ് എന്ന് പറയും. ഓക്കെ ആൾക്കാർ, അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ് ഉണ്ട്. ഇത് നമ്മൾ പേരിടുന്നില്ല ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ട്രെൻഡ് റൈറ്റ് ആവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ മാർക്കറ്റ് വരുന്നു, ഇപ്പോൾ ഞാൻ പറയണു കുറച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ മാർക്കറ്റ് ഇങ്ങനെ വന്നു, ദെൻ ഇറ്റ് മൂഡ് അപ്പ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ദിസ് ഇസ് ബുള്ളിഷ് ട്രെൻഡ്. ഓക്കെ, ബുള്ളിഷ് ട്രെൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ മാർക്കറ്റിനകത്ത് ഇപ്പോൾ അടുത്ത 2 പോയിന്റ് എങ്ങനെ വെക്കാൻ പറ്റുന്നത്? ഈ ഒരു പിവോട്ടിംഗ് പോയിന്റ്, പ്രീവിയസ് 2 പോയിന്റ്സ്. ഓക്കെ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. ഓക്കെ, ഇത് കൺസിഡർ ചെയ്യും. സോ നൗ ഇറ്റ് ഈസ് ബുള്ളിഷ് ബുള്ളിഷ് ട്രെൻഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് മാർക്കറ്റ് പറഞ്ഞാണ്, സേ മാർക്കറ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, വന്നു. പ്രീവിയസ് പോയിന്റ് രണ്ടെണ്ണമാണല്ലോ. ഓക്കെ, ഇതിങ്ങനെ വന്നു. ഇതന്നെ ട്രെൻഡാ. ഇതിപ്പോ ബുള്ളിഷ് ആയി, നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇത് ബുള്ളിഷാന്ന് നമുക്കറിയാം. ഇതിപ്പോ എന്ത് ട്രെൻഡാ? ഓൾറെഡി ഇത് ബുള്ളിഷ് ആണ്, ഇപ്പൊ എന്ത് ട്രെൻഡാണെന്നോ? സ്റ്റിൽ ബുള്ളിഷ്. എങ്ങനെ മനസ്സിലായി? കൺസോൾട്ടേഷൻ ട്രെൻഡാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ട്രെൻഡ് റിവേഴ്സൽ വന്നപ്പോഴാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഈ സംഭവം എന്ന് വെച്ചാൽ സ്റ്റിൽ ബുള്ളിഷ് ആണ്. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അടുത്ത ബുള്ളിഷ് പോയിന്റ്, അതായത് ഈ 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴായിരിക്കണം എന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റ് ഇല്ലേ, പിവോട്ടിംഗ് പോയിന്റ്, ഈ മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ മുകളിൽ പോണം അല്ലെങ്കിൽ താഴത്ത് പോണം. എന്തിന്? ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണോ അടുത്ത ഇനി കണ്ടിന്യൂവേഷൻ ആണോ അറിയാനായിട്ട്. മനസ്സിലായോ? ഈ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ ട്രെൻഡിന് മാത്രം ഇതിനു വേണ്ടി അതിനാണ് കുറച്ച് കോമ്പൗണ്ട്സ് ഉള്ളത്. ലൈക്ക് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ക്യാൻ ബോക്സ്, പിന്നെ അതേപോലെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ്, അതൊക്കെ വെച്ചാൽ നമുക്ക് കൺസിഡർ ചെയ്യണം. ലൈക്ക് പ്രെഡിക്റ്റ് ചെയ്യും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യോ. ദാറ്റ് ഈസ് വാട്ട് വി ഡു. മനസ്സിലായി? ഇപ്പൊ തൽക്കാലം ബുള്ളിഷ് ആണെന്ന് അറിയാം. ഇപ്പൊ നമ്മളിപ്പോ എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യണം? മുകളിലോട്ട് പോകണമായിരിക്കും ഫോക്കസ് ചെയ്യണം. ലൈക്ക് മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും പോകാൻ സാധ്യത. പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി കൺസിഡറേഷൻ നമുക്ക് എന്താ പറയാ, ഫെയർ വാല്യൂ ക്യാപ്പ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് നീ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും. അത് ഞാൻ ഫ്യൂച്ചർ വീഡിയോസിനകത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു, ആൻഡ് ദർ ഇസ് ഓൺ ദ കോൺസെപ്റ്റ് കോൾഡ് ട്രെൻഡ് റിവേഴ്സൽ. മനസ്സിലായി? ഇപ്പൊ ബുള്ളിഷ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് മാർക്കറ്റ് ഇങ്ങനെ പോയി 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 വന്നു 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 ഇതുവരെയായി. ആൻഡ് ഈ മാർക്കറ്റ് എന്താന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മാർക്കറ്റ് എന്താ പറയാൻ വരുന്നത്? സ്റ്റിൽ ബുള്ളിഷ്. കാരണം പ്രീവിയസ് 2 പോയിന്റ്സ്, മനസ്സിലായില്ലേ? മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തു, പ്രീവിയസ് ഈ പോയിന്റ് ബ്രേക്ക് ചെയ്തു. ദെൻ ഇത് 2 പോയിന്റ് ഇതിനെ കഴിഞ്ഞു പോകണം. മനസ്സിലായില്ലേ? ഇത് ഏതെങ്കിലും ലൈക്ക് ഇതല്ലെങ്കിൽ ബോഡി ക്യാൻഡിൽസ്റ്റിക് ആ ഒരു പോയിന്റിനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സലോ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോ സ്റ്റിൽ ദിസ് ഇസ് ബുള്ളിഷ് ട്രെൻഡ്. മനസ്സിലായില്ലേ? ഇപ്പൊ മാർക്കറ്റിന് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോ ഇതിപ്പോ ബെയറിഷ് ആണ്. ഓക്കെ, വാട്ട് വൈ? ബിക്കോസ് ഇവിടെ ഉണ്ട്, ഇപ്പോ ഇങ്ങനെ വന്നു, 2 പിവോട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല. മനസ്സിലായില്ലേ? പ്രീവിയസ് 2 പോയിന്റ്സ് ഇല്ലേ, നമുക്ക് ബ്രേക്ക് ആയി
ട്രെൻഡ് പുതിയൊരു പോയിന്റ് തന്നായിരുന്നു. അപ്പോൾ ആ പോയിന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഫോർ വാട്ട്? ഫോർ കൺസിഡറിങ് ഇറ്റ് ആസ് എ ബുള്ളിഷ് ഓർ ബെറിഷ്. ഓക്കെ, മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി. ഇപ്പൊ എന്ത് മാർക്കറ്റ് എന്ന് പറയാം? ദിസ് ഇസ് ആക്ച്വലി ബെയറിഷ് മാർക്കറ്റ്. ബിക്കോസ് ഇത് ബോഡി ക്യാൻഡിൽസ്റ്റിക് ക്ലോസ് ചെയ്ത് പ്രീവിയസ് 2 പോയിന്റ്സ്. മനസ്സിലായി? ഇപ്പോ ഇത് ഇനീഷ്യലി എന്തായിരുന്നു? ഹയർ ഹൈ ആൻഡ് higher high and higher low and higher high ബ്രേക്ക് ചെയ്തു. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ലേബലിംഗ് നമുക്ക് മാറ്റണം. ഇത് ഞാൻ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞതാണ്. ലൈക്ക് നമ്മൾ ശരിക്കും ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചില്ലേ, ഈ രണ്ട് വര വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യണത്. ഇപ്പോൾ ഇതിനാണ് പറയണത് ചേഞ്ച് ഓഫ് സ്ട്രക്ചർ. ചേഞ്ച് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, ട്രെൻഡ് റിവേഴ്സൽ, അല്ലെങ്കിൽ ലൈക്ക് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, അങ്ങനെ എന്തെങ്കിലും പറയാം. പല പല പേരുണ്ട്, ബട്ട് ഫാൻസി പേര്. ബട്ട് ബേസിക്കലി ലൈക്ക് ചേഞ്ച് ആവുന്നു, ട്രെൻഡ് ചേഞ്ച് ആവുന്നു. സോ ഇവിടെ എന്തായിരിക്കും എന്ന് പറ? ഇവിടെ എന്തായിരിക്കും ഈ രണ്ട് പോയിന്റ് അല്ലേ വെക്കാൻ പോകുന്നത്? കൺസിഡർ ചെയ്യണം അടുത്ത ട്രെൻഡ് ഈ ഒരു ഭാഗം ക്രോസ് ചെയ്താലാണ് ട്രെൻഡ് റിവേഴ്സൽ ആണോ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അറിയാൻ പറ്റും. ഏത് പോയിന്റാണ് നോക്കുന്നത്? ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്തായിരിക്കും. സോ വീഡിയോ പോസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് ഈസ് വാട്ട്? നോക്കി അറിയാൻ പറ്റും. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഇതിനകത്തോട് വരുന്നല്ലേ രണ്ട് പോയിന്റ്. ഈ പോയിന്റ് ആണ് പിവോട്ടിംഗ് പോയിന്റ്. ബ്രേക്ക് ചെയ്തു. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് പ്രീവിയസ് 2 പോയിന്റ്സ് ഇതും ഇതായിരിക്കും നമ്മൾ അടുത്തത് നോക്കേണ്ടത്. എന്തിനാ? മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തു. ഇതിപ്പോ ബ്രേക്ക് ആയി. ഓക്കെ, നീ ഓക്കെ, കൺഫ്യൂസിങ് ആയിരിക്കും കുറച്ച്. ബട്ട് നമുക്ക് നീ അടുത്ത കൊണ്ടുപോവാം. ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി. സോ ഈ ഒരു ഭാഗം വെച്ചിട്ടുണ്ടെന്ന് വെച്ചു. ഇപ്പൊ നമ്മൾക്ക് ഇത് ബ്രേക്ക് ആയി. ഇതിപ്പോ ഇങ്ങനെ പോയി പോയി വന്നു വന്നു തന്നെ പ്രീവിയസ് ടു പിവോട്ടിംഗ് പോയിന്റ്സ്, പ്രീവിയസ് ടു പിവോട്ടിംഗ് പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടാണ് വരുന്നത്. ഇത് ബ്രേക്ക് ചെയ്തല്ലോ, ഇത് ബ്രേക്ക് ആയി, അങ്ങനെ ബ്രേക്ക് ആയി. അപ്പൊ അടുത്ത രണ്ട് പിവോട്ടിംഗ് പോയിന്റ്സ് ദിസ് വൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യണേ. നമ്മൾ നോക്കണം ഈ രണ്ട് പോയിന്റ് ഇല്ലേ, ഈ രണ്ട് പോയിന്റ് ബ്രേക്ക് ചെയ്തോ ഇല്ലയോ. ഇതാണ് പിവോട്ടിംഗ് പോയിന്റ്. മനസ്സിലായി? നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതിപ്പോ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്തോ. ഇതിപ്പോ ഇതിപ്പോ നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യണം. ലൈക്ക് ഇസ് ഇറ്റ് ഗോണ ഗോ ലോ, ഇസ് ഇറ്റ് ഗോണ ഗോ അപ്പ്. അതാണ് നമുക്ക് ട്രേഡറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ദ ഓഡ്സ് ഇസ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗോ ലോ. ചാൻസസ്, മനസ്സിലായി? ട്രേഡിംഗ് എപ്പോഴും പ്രോബിലിറ്റി ആണ്. ഓക്കെ, അത് കാരണം ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് ഇപ്പോ ഇതുവരെ ബ്രേക്ക് ആവണ വരെ ഈ ട്രെൻഡ് ഈസ് കൺസിഡേർഡ് ടു ബി ഇൻ എ ബെയറിഷ് ട്രെൻഡ്. മാർക്കറ്റ് ഇപ്പോൾ ഞാൻ പറയാണ്, ഇത് വന്നു, ഇങ്ങനെ വന്നു, ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നു, ഇവിടെ വരെ എത്തി. ഇസ് ഇറ്റ് ബുള്ളിഷ് ഓർ ബെയറിഷ്? സ്റ്റിൽ ബെയറിഷ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇതുവരെ വന്നില്ലേ, മാർക്കറ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ വന്നു വന്ന് മേളിൽ പോയി, ഇത് ബ്രേക്ക് ചെയ്യും. സോ ഇപ്പോൾ ഇതെന്തായിരിക്കും? ഇതിപ്പോ ഷിഫ്റ്റ് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇതിപ്പോ ബെയറിഷ് ആയിരുന്നു, മേളി വന്നു മേളി വന്നു മേളി വന്നു, ഇത് ബ്രേക്ക് ചെയ്തു. ഇതല്ല പ്രീവിയസ് 2 പോയിന്റ്സിനെ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് ഗോണ ബി കൺഫ്യൂസിങ് ഫോർ യു, സം ഓഫ് യു, ബട്ട് ദിസ് ബേസിക്കലി ഇതൊന്നും കൺസിഡർ. ഇതൊക്കെ ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോയതാണ്, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് യു. ഓക്കെ, പെട്ടെന്ന് പഠിക്കാനായിട്ട്. ബട്ട് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതാണ്. ഇതനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാൻ ശരിക്കും മാർക്കറ്റിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ ജസ്റ്റ് ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇത് ബുള്ളിഷ് ആകും. ഇപ്പോൾ നമുക്ക് അടുത്ത നോക്കണ്ട ഈ ലേബലിംഗ് മാറേണ്ടി വരും.
ലേബലിംഗ് നമുക്ക് ഹയർ ലോ, ഹയർ ഹൈ, മനസ്സിലായി, ബ്രേക്ക് ചെയ്തു. ആൻഡ് വാട്ട് ആർ ദ പ്രീവിയസ് 2 പോയിന്റ്സ്? ഇതും these are the previous 2 points to this pivoting point. എന്തായിരിക്കും? ഇതും ഇതും മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ട്രെൻഡ് ഇവിടെ പോകുന്നു, ദെൻ നമുക്ക് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യണം ലൈക്ക് ഇറ്റ്സ് ഗോണ ഗോ അപ്പ് ആൻഡ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലായി, മാർക്കറ്റ് റീട്രേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ആകുമ്പോൾ തന്നെ ഒരിക്കലും നമ്മൾ എടുക്കരുത്. ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ലൈക്ക് റീട്രേസ്മെന്റ്. ഓക്കെ, അതാണ് പറയണത്. ലൈക്ക് എളുപ്പത്തിന് മനസ്സിലാക്കണം, ഈ റീട്രേസ്മെന്റ് ഉണ്ടാകും. സോ ഇവിടെ നമുക്ക് എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ദിസ് ഈസ് 1, this is 2, this is 3. മനസ്സിലായില്ലേ? പ്രീവിയസ് 2 of them. 2, 3 ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പ്രീവിയസ് 2 of them. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനാട്ടോ. ബട്ട് ബേസിക്കലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഇത്രയേ ഉള്ളൂ, ഇത് എളുപ്പമാണ്. നമുക്ക് ഇതിപ്പോൾ ഹയർ ഹൈ ഹയർ ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് ജസ്റ്റ് ലേബലിംഗ്. ബട്ട് വാട്ട് യു നീഡ് ടു കൺസിഡർ ദിസ് ലൈൻ ഓൺലി. മനസ്സിലായി, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഹയർ ഹൈ ഹയർ ലോ. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വന്നു, ദെൻ മാർക്കറ്റ് ഇങ്ങനെ പോയി പോയി മേളോട്ട് വന്നു, ഇങ്ങനെ പോകും, കണ്ടിന്യൂവേഷൻ ചെയ്യും, പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആകും, അങ്ങനെ സംഭവിക്കും. ഓക്കെ, ദാറ്റ്സ് ഹൗ സ്റ്റോറി ഗോസ്. അപ്പോൾ നമുക്ക് റിയൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. സോ വാട്ട് ട്രെൻഡ് ഇസ് ദിസ്? പറയാവോ ഇന്ന് ട്രെൻഡ് ആയിരിക്കും? എളുപ്പം, നമുക്ക് എന്തായിരിക്കും ഇത്? ബുള്ളിഷ് ട്രെൻഡാണ്, അങ്ങനെ മനസ്സിലായി. വി ഗോട്ട് ബിഗ് ബിഗ് ബിഗ്. ഓക്കെ, ഇവിടെ വെച്ച് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി, വി ഗോട്ട് 2 ലൈൻസ്. ഓക്കെ, 2 പോയിന്റ് ഉണ്ട് ഇവിടെ. നിന്ന് കൺസിഡർ ദിസ് ഇസ് കൺസോൾട്ടേഷൻ. എന്നുവെച്ചാൽ നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ റീട്രേസും വന്നു, പ്രീവിയസ് 2 പോയിന്റ്സ്. ഓക്കെ, ഇതൊക്കെ കൺസോൾട്ടേഷൻ കൺസിഡർ ചെയ്യും, ഇവിടെ വെക്കരുത്. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ വെക്കേണ്ടത്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഇതും കൺസിഡർ ചെയ്യും, റീട്രേസ്മെന്റ് ദിസ് വീക്ക് ഓൾസോ കൺസിഡർ ചെയ്യും. മനസ്സിലായാലും ഇപ്പോൾ ഈ ട്രെൻഡ് ബുള്ളിഷ് എന്ന് കൺസിഡർ ചെയ്യുന്നപ്പോഴായിരിക്കും ഇത് കണ്ടോ, ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് ബ്രേക്ക് ആയണ്ടോ, ബ്രേക്ക് ആയിട്ട് ബോഡി കാൻഡിൽ സ്റ്റിക്ക് ക്ലോസ് ചെയ്ത് മുകളിലോട്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് കണ്ടിന്യൂവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതുവരെ ഇത് കൺസിഡർ ചെയ്യത്തില്ല. മനസ്സിലായി, ഇതാകുമ്പോൾ തന്നെ ബ്രേക്ക് ചെയ്തോ ഇല്ല. ദിസ് ഇസ് വിക്ക്. വിക്ക് അല്ല, ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കും. ഓക്കെ, ദിസ് ഇസ് റിയലി ഗുഡ് എക്സാമ്പിൾ. ഇത് വിക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഗോയിങ് ടു ഗോ അപ്പ് ആസ് എ ബുള്ളിഷ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ വന്നു, റീട്രേസും വന്നു, മുകളിലോട്ട് പോയി, ബ്രേക്ക് കാൽസ്യം ബ്രേക്ക് ആയി. അപ്പോൾ നമ്മൾ അടുത്തുണ്ട് ഉപയോഗിക്കുന്നു, അടുത്തത് രണ്ടെണ്ണം, അടുത്ത 2 ലൈൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്തായിരിക്കും? ഇവിടെ അല്ലേ ബ്രേക്ക് ചെയ്തു, ദെൻ ഇറ്റ് ഹാസ് കം ഹിയർ. മാർക്കറ്റ് ഇങ്ങനെ വെച്ചു. ഇപ്പോൾ അതിന്റെ പ്രീവിയസ് 2 പോയിന്റ്സ് മനസ്സിലായി, ഇത് ബ്രേക്ക് ചെയ്തു, മേലോട്ട് പോയി, താഴത്തോട്ട് വന്നു. ദെൻ ദിസ് ഇസ് ഗോൺ ബി ദാറ്റ് പിവോട്ട് റീട്രേസ്മെന്റ് പോയിന്റ്, പ്രീവിയസ് 2 പോയിന്റ്സ് മനസ്സിലായി. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ വന്നു. ആൻഡ് വി ഡോണ്ട് കൺസിഡർ ദിസ് ബിക്കോസ് ഇത് റീട്രേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ബിക്കോസ് വിക്ക് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത് റീട്രേസ്മെന്റ്, ഇത് മേജർ ആയിട്ടുള്ള ഒരു ലൈക്ക് ചേഞ്ച് വരുന്നില്ല, ലൈക്ക് റീട്രേസ്മെന്റ് വരുന്നില്ല. സോ വി കൺസിഡർ ആസ് വി ഡോണ്ട് കൺസിഡർ ദാറ്റ് പാർട്ട്. നമുക്ക് മനസ്സിലായി, ഇപ്പോൾ ഇത് വരുമ്പോൾ തന്നെ ഈ പ്രീവിയസ് 2 പോയിന്റ്സ് ഉണ്ട്. സോ അടുത്ത, സോ just pause a video for 1 minute and tell me what is the next break of structure, like continuation എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം? ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് ഇവിടെയാണോ? ഇത് ബുള്ളിഷ് ട്രെൻഡ് ആണോ? ഇവിടെ ആകുമ്പോൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യും ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട്. ഇതാണ് ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണത്. ഓക്കെ, ഇത് ബോഡി സ്കാനിൽ ക്ലോസ് ചെയ്താൽ like this is enough to consider that this is going to be bullish. And what happened? Market went up. മനസ്സിലായി, പോയി കണ്ടല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ
what will happen? You might win because it's bullish. Okay. പക്ഷെ അത് മാത്രം പോരാ, ബാക്കി കുറച്ച് കോമ്പൗണ്ട്സും കൂടി ഉണ്ട്, ലൈക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് അതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് നോക്കേണ്ടി വരും. ആൻഡ് വി ഹാവ് ബെയറിഷ് ട്രെൻഡ് ഓൾസോ. മനസ്സിലായി? ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഭാഗം മാത്രം. ഓക്കെ, എന്തായിരിക്കും ഇപ്പൊ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ നിന്ന് വന്നു, താഴത്തോട്ട് ബ്രേക്ക് ആയി. ഓക്കെ, ഇത് ബുള്ളിഷ് ട്രെൻഡാന്ന് അറിയാലോ, എളുപ്പമല്ലേ? ഇത്രയും വലിയ ബോഡി കാൽസി ക്ലോസ് ആയി, ബുള്ളിഷ് ട്രെൻഡ് ആയി. ഇതിന്റെ പിവോട്ടിംഗ് പോയിന്റ് എവിടെ? ഇതിന്റെ പിവോട്ടിംഗ് പോയിന്റ്, അതായത് ഇവിടുത്തെ അടുത്ത ലൈൻ വെച്ച് ഇവിടെ ആയിരിക്കും. ബിക്കോസ് റീട്രേസ്മെന്റ് ഉണ്ടോ? ആൻഡ് വാട്ട് ഹാപ്പൻഡ്? ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇത് ബോഡി കാൽസി ക്ലോസ് ആയി. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് അടുത്ത രണ്ട് ലൈൻ വരയ്ക്കുക, ഇവിടെ രണ്ടെണ്ണം വരയ്ക്കുക. കാരണം ഇത് കഴിഞ്ഞ് റീട്രേസും വന്നു, രണ്ട് പിവോട്ടിംഗ് പോയിന്റ് ഇവിടെ കണ്ടോ, ഇവിടെ റീട്രേസ്മെന്റ് ആണ്. ദെൻ വി ഗോട്ട് പ്രീവിയസ് 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. പിന്നെന്തായി ഇവിടെ നിന്ന് സംഭവിച്ചത്? നോക്കിയേ, മാർക്കറ്റ് ഇതിന് ബോഡി ക്യാൻഡിൽസ് ക്ലോസ്. മനസ്സിലായി? ഇവിടെ വരുമ്പോൾ തന്നെ വിക്ക് ആയിരുന്നു. മനസ്സിലായി? ദിസ് ഇസ് മോർ ലൈക്ക് എ ലിക്വിഡിറ്റി സ്വീപ്പ്. മനസ്സിലായില്ലേ? ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? ബിഗ് ക്യാൻഡിൽ ക്ലോസ് ബിലോ. സോ ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണത് എന്തായിരിക്കും? ബെയറിഷ് ട്രെൻഡ്. മനസ്സിലായി? ബെയറിഷ് ട്രെൻഡ് ചേഞ്ച് ചേഞ്ച് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ചേഞ്ച് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. മനസ്സിലായി? താഴത്തോട്ട് ബെയറിഷ് ആയി കണ്ടോ, മാർക്കറ്റ് ബെയറിഷ് ആയി. അപ്പൊ അതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, താഴെ പോകുന്നു. ഓക്കെ, ഇതിപ്പോ താഴത്തോട്ട് പോയല്ലോ. ദെൻ വാട്ട് വിൽ കൺസിഡർ ഈ ഒരു പോയിന്റ് ആണ് ഇതിന്റെ പ്രീവിയസ് 2 പോയിന്റ്സ്. ഇതും ഇതും കണ്ടോ, ഈ രണ്ട് പോയിന്റ്. സോ ഈ രണ്ട് പോയിന്റിനെ കടന്നു പോയാൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആവത്തുള്ളൂ. ഈ ഒരു പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു പോയിന്റ്. ഇസ് ദിസ് ബുള്ളിഷ്? നോ. Is this bearish? Is this like it's bearish? കൺസിഡർ ചെയ്യാനാണ് this ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ കൺസോൾട്ടേഷൻ പറയുന്നത്. ഇറ്റ്സ് ഗോൺ ബി എ ഗുഡ് എക്സാമ്പിൾ. മനസ്സിലായി? നമുക്ക് കൺസോൾട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇതൊക്കെ കൺസോൾട്ടേഷൻ. ദിസ് ഇസ് നത്തിങ് ഹാപ്പനിങ്. മാർക്കറ്റ് സ്ട്രക്ചർ ഇസ് ജസ്റ്റ് ഗോയിങ് സൈഡ് വേസ് എന്ന് പറയും. മനസ്സിലായി? ഇപ്പോ ഇതിനെ ക്ലോസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഈ ഒരു ഭാഗത്തിനെ ക്ലോസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്കിനാണ് പ്രാധാന്യമുള്ളത്. ബാക്കി ഇതിന് പ്രാധാന്യമില്ല, ഇതിന് പ്രാധാന്യമില്ല. കണ്ടോ, ഇതൊക്കെ സ്വീപ്പിനാണ്. മനസ്സിലായാലേ? ഇത് ലൈക്ക് ക്യാൻഡിൽ സ്റ്റിക്ക്, ബോഡി ക്യാൻഡിൽ ഇല്ല, വിക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഭാഗമാണ് നമുക്ക് ഇവിടെ ക്ലോസ് ആയി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതല്ല. മനസ്സിലായി? നമുക്ക് ബോഡി ക്യാൻഡിൽ ക്ലോസ് ആണ് ഇതുപോലെ. അപ്പോ ഇവിടെ ആകുമ്പോഴാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇപ്പോ ഇത് ഞാൻ ലേബൽ ചെയ്യുവാണെങ്കിൽ ലോവർ ഹൈ, ലോവർ ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വന്നപ്പോൾ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി, മുകളോട്ട് പോയി. അപ്പോൾ എന്താ സംഭവിക്കണേ? ഈ രണ്ട് സാധനം എടുത്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് എന്താ പുതിയ ലേബൽ കൊടുക്കണം. എന്തായിരിക്കും? ഹൈ ലോ ആൻഡ് ഹൈ. ഓക്കെ, ഇതായി. ഫ്രീ ട്രേസും വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് 2 പോയിന്റ്സ് എടുക്കുക, ലോവർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതെല്ലാ ടൈം ഫ്രെയിമിൽ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് പിടിക്കണം. ബിക്കോസ് വൈ ഈസ് ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് വി നീഡ് ടു ഫൈൻഡ് ദ ബയാസ് ഫോർ ദ ഡേയ്സ്. ലൈക്ക് എന്ത് ബയാസ് ആയി? ബയാസ് എന്ന് പറഞ്ഞ ട്രെൻഡ് തന്നെയാണ്. ഏത് ട്രെൻഡ്? നമ്മൾ സാധാരണ ട്രേഡേഴ്സ് എന്താണ് ഇതിനകത്ത് സെൻസിലാണ് നമുക്ക് ട്രേഡ് എടുക്കുന്നത്. ലൈക്ക് നമ്മൾക്ക് ഏറ്റവും ബയാസ് എന്തായിരിക്കും? ബിക്കോസ് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. ഓക്കെ, ട്രേഡിങ്ങിനകത്ത് അങ്ങനെയാണ് പറയണത്.
ബിക്കോസ് അങ്ങനെയായിരിക്കും മാർക്കറ്റ് കണ്ടിന്യൂവേഷനോട് ചെയ്യാനുള്ള ഓഡ്സ് മനസ്സിലായില്ലേ, പോസിബിലിറ്റീസ്. ആസ് ഐ ഓൾവേസ് ടെൽ യു, ട്രേഡിംഗ് ഈസ് ബേസിക്കലി പോസിബിലിറ്റി ഗെയിം. ഓക്കെ, പ്രോബിലിറ്റി. ഓക്കെ, നമുക്ക് ഒരിക്കലും 100% ഷുവർ അല്ല, ബട്ട് ഓഡ്സ് ഇസ് ദാറ്റ് ഇസ് ഗോണ ഗോ ഇൻ ദ ട്രെൻഡ്, ബേസ്ഡ് ഓൺ ട്രെൻഡ്. ഓക്കെ, അപ്പോ യാ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോസിനകത്ത് നമ്മള് ഇതിനകത്ത് പോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതേപോലെ തന്നെ ഗ്യാൻ ബോക്സ്, ഫിബൊനാച്ചി റീട്രേസ്മെന്റ്, 79% എക്സ്റ്റൻഷനൊക്കെ പഠിക്കുമായിരിക്കും. സോ ഫോർ നൗ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഇതുവരെ എത്തുവാണെങ്കിൽ പ്രോമിസ് യു ബ്രോ, യു ആർ ഗോണ ബി പ്രോഫിറ്റബിൾ ട്രേഡർ വൺ ഡേ. On that note, signing off. Thank you for watching this video.